ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ലിറ്റ്ലൂം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ദിസ്, ദാറ്റ്, ദീസ്, ദോസ് ഇതിൻ്റെ യൂസേജസ് ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഏതൊരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കും വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ സ്ലൈഡ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പം നോക്കാം എന്താണ് ദിസ്, ദാറ്റ്, ദീസ് ആൻഡ് ദോസ്. ഓക്കെ, ദിസ്, ദാറ്റ്, ദീസ്, ദോസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇത് കേട്ടിട്ട് കൺഫ്യൂസ്ഡ് ആവണ്ട. ഇവയെ ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസ് അല്ലെങ്കിൽ ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്സ് എന്ന് വിളിക്കുന്നു. ജസ്റ്റ് ഫോർ യുവർ ഇൻഫർമേഷൻ അത് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു വസ്തുവിനെയോ അല്ലെങ്കിൽ ഒരുപാട് വസ്തുക്കളെയോ അല്ലെങ്കിൽ ഒരാളിനെയോ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരെയോ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി, എന്തെങ്കിലും ഒരു വസ്തുവിനെ നമ്മൾ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ പറയുന്ന ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസ് ആയ ദിസ്, ദാറ്റ്, ദീസ് ആൻഡ് ദോസ്. അപ്പം ദിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം നോക്കാം. ദിസ് മലയാളത്തിൽ നമ്മൾ ഇത് എന്നൊക്കെ പറയില്ലേ, അടുത്തുള്ള സിംഗുലർ ആയിട്ടുള്ള ഒരു കാര്യത്തിനാണ് നമ്മൾ ഇത് എന്ന് ഉപയോഗിച്ച് പറയുന്നത്. സിംഗുലർ എന്ന് പറഞ്ഞാൽ എന്താ, ഒരൊറ്റ വസ്തു. ഇപ്പം നമ്മുടെ മുന്നിൽ ഒരു ബുക്കുണ്ട്, ദാറ്റ് ഈസ് സിംഗുലർ, ഒരു ബുക്കേ ഉള്ളൂ. ഒരു ബാഗ് ഉണ്ട്, ദാറ്റ് ഈസ് സിംഗുലർ, ഒരുപാട് ബാഗ്സ് ഇല്ല, ഒരു ബാഗേ ഉള്ളൂ. അപ്പം അതിനെയാണ് സിംഗുലർ എന്ന് പറയുന്നത്. പ്ലൂറൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്നിലധികം വസ്തുക്കൾ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ പ്ലൂറൽ എന്ന് പറയും. അപ്പം ദിസ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്, നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു സിംഗുലർ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ മെൻഷൻ ചെയ്യാനായിട്ടാണ് നമ്മൾ ദിസ് യൂസ് ചെയ്യുന്നത്. അപ്പം നോക്കിയേ, കുട്ടി പറയാണ് ഇത് എൻ്റെ പുസ്തകമാണ്. ഇവിടെ പുസ്തകം സിംഗുലർ ആണ്, ഒറ്റ ഒരു പുസ്തകമേ ഉള്ളൂ. സോ ദിസ് ഇസ് മൈ ബുക്ക്. അടുത്തത്, ഇത് മനോഹരമായ ഒരു പൂവാണ്. അപ്പൊ പൂവ് സിംഗുലർ ആണ്, ഇത് അടുത്തുള്ള ഒരു വസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ദിസ് ഇസ് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ. ഓക്കെ, ഇത് എൻ്റെ സുഹൃത്താണ്. നോക്കിയേ, ഒരു സുഹൃത്തിനെ പറ്റിയിട്ടേ പറയുന്നുള്ളൂ, സുഹൃത്ത് അടുത്താണ്, ഇത് എന്ന് യൂസ് ചെയ്താണ് പറയുന്നത്. അപ്പം നമ്മൾ എങ്ങനെയാണ് അത് പറയുന്നത്, ദിസ് ഈസ് മൈ ഫ്രണ്ട്. അടുത്തത്, ഈ പേന നീലയാണ്. നോക്കിയേ, പേന അടുത്താണ്, പേന സിംഗുലർ ആണ്. അപ്പം എങ്ങനെയാ പറയുന്നത്, ദിസ് പെൻ ഈസ് ബ്ലൂ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ദാറ്റ്. അപ്പം ദാറ്റ് എന്ന് പറഞ്ഞാൽ അത് എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നതാണ് ദാറ്റ്. അതായത് ദൂരെയുള്ള കാര്യത്തിനെയാണ് നമ്മൾ പറയുന്നത്. ദിസ് എന്നുള്ളത് ഇത്, അടുത്തുള്ള കാര്യം. ദാറ്റ് എന്നുള്ളത് അത്, അകലെയുള്ള കാര്യത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോഴും സിംഗുലർ ആയിട്ടുള്ള ഒരു കാര്യത്തെ അകലെ എന്ന് പറയുന്നതാണ് ദാറ്റ്. ഓർത്തോണം, ഒരു കാര്യമേ ഉണ്ടാവുകയുള്ളൂ, അത് മൈൻഡിൽ വെച്ചോണം. നോക്കിയേ, അത് എൻ്റെ സ്കൂളാണ്. അപ്പം അകലെ ഇരിക്കുന്ന ഒരു കാര്യത്തെ പറ്റിയിട്ട് അത് ഒരു കാര്യമേ ഉള്ളൂ, അതുകൊണ്ടാണ് നമ്മൾ എങ്ങനെ പറയും, ദാറ്റ് ഈസ് മൈ സ്കൂൾ. അടുത്തത്, അത് ഒരു ഉയരമുള്ള മരമാണ്. മരം സിംഗുലർ ആണ്, ഇതെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ല അത്. സോ ദാറ്റ് ഈസ് എ ടോൾ ട്രീ. അപ്പം ഇതൊരു ഉയരമുള്ള മരമാണ് എന്നാണെങ്കിൽ നമ്മൾ എങ്ങനെ പറയും, ദിസ് ഈസ് എ ടോൾ ട്രീ. അത് എന്നാണെങ്കിൽ ദാറ്റ് ഈസ് എ ടോൾ ട്രീ. നോക്കിയേ, ആ കാർ വില കൂടിയതാണ്. എങ്ങനെ പറയും, സിംഗുലർ ആണ്, അടുത്തുള്ളതല്ല, അകലെയുള്ളതാണ്. സോ ദാറ്റ് കാർ ഈസ് എക്സ്പെൻസീവ്. വില കൂടിയതാണ് എന്ന് നമ്മൾ പറയുന്നത് എക്സ്പെൻസീവ് എന്നാണ്. നോക്കിയേ, ആ പക്ഷി പറക്കുകയാണ്. നോക്കിയേ, ആ ഒരു പക്ഷിയെ കാണാം ആ ചിത്രത്തിൽ പക്ഷി അകലെയായിട്ടാണ്, അടുത്തായിട്ടല്ല. കുട്ടിയുടെ കയ്യിലല്ല പക്ഷി ഇരിക്കുന്നത്. സോ ആ പക്ഷി എന്നാണ് പറയുന്നത്. അപ്പൊ എങ്ങനെ നമ്മൾ പറയും, ദാറ്റ് ബേർഡ് ഈസ് ഫ്ലൈയിങ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ദീസ് ആണ്. അപ്പം നിങ്ങൾക്ക് ദിസും ദാറ്റും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദിസും ദാറ്റും നമ്മൾ സിംഗുലർ കേസിലാണ് ഉപയോഗിക്കുന്നത്. ഇനി ദീസും ദോസും ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇവ രണ്ടും, ദീസ് ആൻഡ് ദോസ്, നമ്മൾ പ്ലൂറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്ലൂറൽ എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നിലധികം വസ്തുക്കളോ കാര്യങ്ങളോ വരുന്നതാണ് പ്ലൂറൽ എന്ന് പറയുന്നത്. ഓക്കെ, നോക്കിയേ, ദീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവ. അതായത് അടുത്തുള്ള ഒന്നിലധികം കാര്യങ്ങളെ പറ്റി പറയുമ്പോഴാണ് നമ്മൾ ദീസ് യൂസ് ചെയ്യുന്നത്. ഓർത്തോണം, ദീസ് എന്ന് പറഞ്ഞാൽ അടുത്തുള്ളതാണ്, പക്ഷെ ഒന്നിലധികം. ദിസ് എങ്ങനെയാണ്, അടുത്തുള്ളതാണ്, പക്ഷേ ഒരു കാര്യത്തെ പറ്റി പറയുമ്പോൾ. നോക്കുക, എക്സാമ്പിൾസ് കാണിക്കാം. നോക്കിയേ, ഈ ബാഗുകൾ ഭാരമുള്ളതാണ്. അപ്പം ബാഗുകൾ എന്നാണ് പറയുന്നത് അല്ലേ. ഇപ്പോൾ ഒന്നിലധികം ബാഗുകൾ ഉണ്ട്. അപ്പോൾ ഈ ബാഗുകൾ, അടുത്തുള്ള ബാഗുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ദീസ് ബാഗ്സ് ആർ ഹെവി. അടുത്തത്, ഈ ആപ്പിളുകൾ
പുതുമയുള്ളതാണ്, അതായത് പുതിയതായിട്ട് ഫ്രഷ് ആയിട്ടുള്ള ആപ്പിൾ ആണെന്നാണ് പറയുന്നത്. അപ്പം ആപ്പിളാണോ ആപ്പിളുകളാണോ? ആപ്പിളുകളാണ്, പ്ലൂറലാണ്. അപ്പം നമുക്കറിയാം ദീസോ ദോസോ ആണ് യൂസ് ചെയ്യേണ്ടത്. ഇനി നോക്കാം, അടുത്താണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ദീസ് യൂസ് ചെയ്യും. അകലെയാണെങ്കിൽ നമ്മൾ ദോസ് യൂസ് ചെയ്യും, ഒന്നിലധികമുള്ള കേസിൽ. അപ്പം നോക്കിയേ, ഈ ആപ്പിളുകൾ പുതുമയുള്ളതാണ്. അതെങ്ങനെയാ പറയുന്നേ? ദീസ് ആപ്പിൾസ് ആർ ഫ്രഷ്. മനസ്സിലായോ? ഓക്കെ, അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഇവ എൻ്റെ പുസ്തകങ്ങളാണ്. ഓക്കെ, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇവ എൻ്റെ പുസ്തകങ്ങളാണ്. അപ്പം ഒരുപാട് പുസ്തകങ്ങൾ അവിടെയുണ്ട്, അടുത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരുപാടുള്ളത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നു പ്ലൂറലാണ്. അപ്പോൾ നമ്മൾ ദീസ് അല്ലെങ്കിൽ ദോസ് യൂസ് ചെയ്യണം. അപ്പോൾ അടുത്താണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ദീസ്. യെസ്, ദീസ് ആർ മൈ ബുക്സ്. ഇനി നോക്കിയേ, ഈ പൂക്കൾ മനോഹരമാണ്. ഈ പൂക്കൾ മനോഹരമാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ എങ്ങനെ പറയും? പൂവിനെ പറ്റിയിട്ടാണോ പറയുന്നത്? അല്ല, പൂക്കളാണ്. അപ്പം പ്ലൂറലാണ്. ഇനി ഈ പൂക്കൾ എന്നാണോ ആ പൂക്കൾ എന്നാണോ പറയുന്നത്? ഈ പൂക്കൾ, അടുത്തുള്ള പൂക്കളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പം നമ്മൾ എങ്ങനെ അത് ട്രാൻസ്ലേറ്റ് ചെയ്യും? ദീസ് ഫ്ലവേഴ്സ് ആർ ബ്യൂട്ടിഫുൾ, അങ്ങനെ വേണം പറയാൻ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ദോസ്. ദോസ് ഞാൻ പറഞ്ഞു പ്ലൂറൽ കേസിലാണ് യൂസ് ചെയ്യുന്നത്. ദാറ്റിന് പകരം, ദാറ്റ് ആണ് അവിടെ എന്നാണ് നമ്മൾ ദാറ്റ് പറയുന്നത്. ദോസ് നമ്മൾ അവ, ദൂരെയുള്ള പ്ലൂറൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാനാണ് നമ്മൾ ദോസ് യൂസ് ചെയ്യുന്നത്. അതായത് ദൂരെയുള്ള ഒന്നിലധികം കാര്യങ്ങളെ കുറിച്ച് പറയാനാണ്. ആ പിക്ചറിൽ നോക്കിയ അവിടെ 1, 2, 4 കുട്ടികൾ നിൽപ്പുണ്ട്. അപ്പം ആ കുട്ടികളെ പറ്റി പറയാൻ നമ്മൾ ദോസ് യൂസ് ചെയ്യും. ദോസ് ചിൽഡ്രൻ ആർ പ്ലേയിങ്. ആ കുട്ടികൾ കളിക്കുകയാണ് എന്ന് നമുക്ക് ദോസ് യൂസ് ചെയ്തിട്ട് പറയാം. ഓക്കെ, നമുക്ക് എക്സാമ്പിൾസിലേക്ക് പോകാം. അവ എൻ്റെ ചെരുപ്പുകളാണ്. അപ്പം അകലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ദോസ് പ്ലൂറലാണ്. അപ്പം എങ്ങനെ പറയും? ദോസ് ആർ മൈ ഷൂസ്. നോക്കിയേ, ആ വീടുകൾ മനോഹരമാണ്. അപ്പം നോക്കുക, ഈ വീടുകളല്ല, ആ വീടുകളാണ്, ദൂരെയുള്ളതാണ്. അതേപോലെ തന്നെ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? വീടുകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നിലധികം വീടുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്യണം? ദോസ്. ദോസ് ഹൗസസ് ആർ ബ്യൂട്ടിഫുൾ. ഇനി ആ കുട്ടികൾ കളിക്കുകയാണ്. അതെങ്ങനെ നമ്മൾ പറയും? ദോസ് ബോയ്സ് ആർ പ്ലേയിങ്. ദോസ് ബോയ്സ് ആർ പ്ലേയിങ്. നോക്കി, ആ നക്ഷത്രങ്ങൾ പ്രകാശമുള്ളവയാണ്. അതെങ്ങനെ പറയും? Those stars are bright. Those stars are bright.